ഹലോ, എന്നാണ്ട് വിശേഷം? ഇന്നൊരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് വന്നേ. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ എന്നോട് പേര് പറയാൻ ചോദിച്ചായിരുന്നു വീഡിയോയിൽ. ആൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും കമൻറ്റ് ഇടുന്ന ആളാട്ടോ. ശിവാനി എന്ന ആളുടെ പേര് പറഞ്ഞേ. അപ്പോൾ ശിവാനി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കമൻറ്റൊക്കെ ഇടുന്നതിന്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മാങ്ങ ഉണ്ട് അപ്പം കഴിക്കാൻ തോന്നും. പക്ഷേ ഈ മാങ്ങയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മാങ്ങയ്ക്ക് ചക്കയിലുണ്ടായ ഒരു സാധനം എന്നാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണോ അച്ചാറുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. പണ്ടെങ്ങാണ്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചാട്ടോ. അപ്പം മാങ്ങാ കഷ്ണങ്ങൾ നല്ല ഫൈനായിട്ട് അരിയുക. അതായത് കുനുകുന അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് തിരുമ്മി വെക്കണേ. സാധാരണ തലേ ദിവസം അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് പിറ്റേ ദിവസം അച്ചാറിടലാണ് പതിവ്. പക്ഷെ ഞാൻ ഇന്ന് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു വെയിൽ കൊള്ളിച്ചിട്ട് എടുത്തു കേട്ടോ. അപ്പം ഇനി ചട്ടി തീയെ വെക്കുക. വലിയ തീ വേണ്ട, കുഞ്ഞു തീ മതി കേട്ടോ. ഞാനവിടെ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കുക. നല്ല ഗോൾഡൻ കളറായി വരണം കേട്ടോ. അതായത് ഫ്രൈ ആയിട്ട് വരണേ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് അതും നല്ലപോലെ മൂപ്പിക്കുക. അതിനകത്തേക്ക് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരല്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണേ. ഇവിടെ അച്ചാറിന് ചാറാണ് മെയിൻ. പക്ഷേ എത്ര വെള്ളം ഒഴിച്ചാലും അവസാനം ചാറുണ്ടാവാറില്ല. മാങ്ങയ്ക്ക് ഓൾറെഡി ഉപ്പിട്ടെങ്കിലും ഈ അരപ്പിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കണേ. എന്നിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ല തിളച്ച് കുറുകി വരുമ്പം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്ത് വരുമ്പോൾ ദേ ഇങ്ങനെ ഉണ്ടാവും. അതിനകത്തേക്ക് ഉപ്പിലിട്ട മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഇളക്കൽ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പണി കഴിഞ്ഞു. മാങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിട്ടാവും. ഇതിന് നല്ലപോലെ തണുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാവും. ഈ 1 കിലോ മാങ്ങ ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചത്തേക്ക് കിട്ടും. അപ്പം അത്ര